ഹായ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു പാർട്സ് കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് പാകത്തിന്. ഇനി അതിലേക്ക് വാട്ടാൻ ആവശ്യമായ ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതൊന്ന് ചേർക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കറിവേപ്പില ചേർത്തു. പിന്നെ ഈ പാർട്സ് വേഗം വേവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് പണിയത് കുറച്ച് ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചേർത്താൽ മതി. ഏകദേശം നന്നായിട്ട് വെന്തതിന് ശേഷം ഞാൻ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ മീറ്റ് മസാല തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം. അതിന് മുന്നേ തന്നെ ഞാൻ പാർട്സ് അടയുന്നുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ പാർട്സ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാർട്സ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ ആരുണ്ടാക്കിയാലും പാർട്സ് ഉണ്ടാക്കി കഴിഞ്ഞാലും ഞാൻ കഴിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ തന്നെ വൃത്തിയാക്കി കഴുകിയത് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. എവിടെയും പോയാലൊന്നും ഞാൻ കഴിക്കില്ല. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നല്ല വേവുള്ള സാധനമാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം വെന്തതിന് ശേഷം നമ്മൾ മല്ലി ഇല ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയത് ദോശയാണ്. അപ്പം ദോശയും അതുപോലെ തന്നെ ചിക്കൻ പാർട്സ് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.